ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ MSN Kids. നമ്മൾ ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ് കേട്ടോ. എൻ്റെ ഇജാസ് മമ്മയുടെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമുക്കിപ്പോൾ അങ്ങോട്ട് പോയാലോ? ഒരാളിവിടെ തനിയെ ചെരുപ്പിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിയെ ഇടാനൊക്കെ അറിയാം, ഇടുന്നതുമാണ് അയാൾ. ഇങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി. അങ്ങനെ അവർ വണ്ടിയിൽ കയറി. എന്നിട്ട് മീജയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മീജ എവിടെയെന്ന് ചോദിക്കും എൻ്റെ അടുത്ത ആള്. ഞങ്ങൾ നേരെ ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് പോയത്. കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നു. ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഷോപ്പിലേക്ക് കയറി പോവുകയാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെ വരുന്ന സമയം കൊണ്ട് ഞങ്ങളെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിൽസ് ഗേൾസ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. അതിൽ നിന്ന് ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ലാസ്റ്റ് ഇപ്പം നോക്കുന്ന ഈ ഡ്രസ്സില്ലേ, ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അവിടുത്തെ സെയിൽസ് ഗേൾസ് ഒരുപാട് ഡ്രസ്സുകൾ എടുത്തിട്ടായിരുന്നു. ഞാൻ പറയുന്നുണ്ടായിരുന്നു എല്ലാം കൂടി ഇങ്ങനെ തുറന്നിടണ്ട, ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയാം, അത് മാത്രം തുറന്ന് കാണിച്ചാൽ മതി. പക്ഷേ അവർ കുഴപ്പമില്ല, ഞങ്ങൾ കാണിക്കാം, കണ്ടാലല്ലേ അതിൻ്റെ ഭംഗി മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും എടുത്തിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് നേരത്തെ കാണിച്ചതാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ക്യാഷൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവർ പരിചയക്കാരെ കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബില്ല് ചെയ്തപ്പോഴാണ് അവിടെ സൈഡിലായിട്ട് ടോയ്സ് വെച്ചിരിക്കുന്നത് കണ്ടത്. അങ്ങനെ ടോയും കൂടി വാങ്ങിക്കാം. കാണിക്കാമോ? ഈ ടോയ്സ് ഒന്ന് കാണിക്കാം. ആ ട്രെയിനിന്റെ ഒന്ന് അത് സൗണ്ട് കേൾക്കുന്നതാണോ? അത് ഇത് നോക്കിയേക്കാം, ഇതാകുമ്പം ബട്ടൺ അവൻ തന്നെ വെക്കും. അങ്ങനെ അയാൻ ബേബിക്ക് വേണ്ടി ഒരു ടോയ് കൂടി സെലക്ട് ചെയ്തു. അപ്പോഴത്തേക്കാണ് അടുത്തൊരാൾ അയാൾക്ക് വേണ്ടി ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിന്ന ബേബി ഈ ടോയ് സെലക്ട് ചെയ്തു. ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിക്കുന്നു. മിന്നാക്ക് അത് വേണോന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലായിരുന്നു. ഒരു ടോയ് ആദ്യം എടുത്തതാണ്, അത് വേണ്ടാന്ന് പറഞ്ഞു. അവൾക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് കണ്ടപ്പോൾ അവൾ ഇതിലേക്ക് അങ്ങ് ഇതായിപ്പോയി. ഇതങ്ങ് ഇഷ്ടപ്പെട്ടു അവൾക്ക്. ഇത് വാങ്ങിച്ചു തരട്ടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിന്റെ. അതൊക്കെ, ഇത് വേണ്ട. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് വാങ്ങിക്കാം നമുക്ക്. അത് ഒന്ന് അബദ്ധത്തിൽ പറയുന്നത് കേട്ടുപോയി. ടോയും കൂടി വാങ്ങിക്കാം. എന്നിട്ട് മിന്നാക്കൊരു സന്തോഷമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് കളിച്ചപ്പോഴാണ് ഒരു സന്തോഷം തോന്നിയത്. നല്ല ഹാപ്പി ആയിരുന്നു അവള്. പിന്നെ ഞങ്ങള് കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ അകത്തോട്ട് കയറി. സമയമില്ല, വർക്ക് പോകാൻ. അറിയത്തില്ല. അതിൽ തുറന്ന് ഇതാണ് അലങ്കരിച്ചിരുന്നത്. നല്ല രസമുണ്ടല്ലേ. ഹാപ്പി ബർത്ത്ഡേ അയാൻ എന്നാട്ടോ പേര്. നല്ല ഭംഗിയാണ് ആ കുഞ്ഞാവെ കാണാൻ. ഞങ്ങളിരിക്കുവാണ് ഇവിടെ, വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുഞ്ഞാവ മാമാടോടൊപ്പം ഫുഡ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുഞ്ഞാവെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടുത്തെ ടോയ്സ് ഒക്കെ നിരത്തി വെച്ചേക്കുന്നു. കുഞ്ഞാവയുടെ ഗിഫ്റ്റ് ആട്ടോ ആ ടോയ്സ് ഒക്കെ. പിന്നെ കുഞ്ഞാവ എത്തുന്നതിന് മുന്നേ ഞങ്ങള്
ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ കുഞ്ഞാവ വന്നു. ഉറക്കം. കുഞ്ഞാവെ കണ്ട ഉടനെ മിന്നക്ക് ഭയങ്കര സന്തോഷമായി. ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി 2 കവറിലായിട്ടായിരുന്നു തന്നത്. അപ്പം ഒരു ഗിഫ്റ്റ് മിന്നായും കൊടുത്തു, ഒരു ഗിഫ്റ്റ് ഞങ്ങൾ 2 പേരും കൂടെ കൊടുത്തു. കുഞ്ഞാവ് വാങ്ങിക്കുന്നില്ല കേട്ടോ, ഉമ്മാമ്മയുടെ കയ്യിലാണ് കൊടുത്തത്. പിന്നെ ഇജാസുമ്മയാണ് ആ പോണത്, ആ പച്ച ഷർട്ട്. കേക്ക് കൊണ്ടുവരുവാണ്. ഭംഗിയുള്ള കേക്കായിരുന്നു, ഒരു ബ്ലൂ കേക്ക്. അതില് കുറെ ടെഡി ബിയറും സ്റ്റാറും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയൊരു ഒരു കാർഡും. ഒന്നാം വയസ്സിന്റെ ബർത്ത്ഡേ. പിന്നെ ഞങ്ങളിപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവാണ്. വാപ്പിക്ക് 2:30 പോകണമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. സലാഡൊക്കെ വെച്ച് ചോറൊക്കെ തിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴെല്ലാം മിന്നാന് ആ ഒരു ടോയുടെ ഒരു ഇതായിരുന്നു. പിന്നെ ആ കുഞ്ഞാവെ ആ ബൈക്കിലൊക്കെ എടുത്തു വെച്ചു. തിരിച്ച് പോവാൻ നേരത്ത് കുഞ്ഞാവ കരഞ്ഞു, ബൈക്കിൽ നിന്ന് ഇറക്കിയതുകൊണ്ട്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് പിടിച്ച മാങ്ങ പഴുത്ത് താഴെ വീണ് കിട്ടിയത്. ഞങ്ങളത് യാസീനൊക്കെ ഓതി കഴിച്ചു. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് പിടിച്ച മാങ്ങയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉണ്ട്, ഇതാണ് ആ മാങ്ങ. പിന്നെ ഒരെണ്ണം കൂടെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു, അത് താഴെ വീണ് പൊട്ടണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ അതിനെ പിച്ചി. മാങ്ങ തന്നുകൊണ്ട് ഞങ്ങൾ അതിന് ഉമ്മയൊക്കെ കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ആ ടോയ് തുറക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വെപ്രാളത്തിൽ ഇരിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും. നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇങ്ങനെ പീസായിട്ടാണ് വരുന്നത്. അതിനകത്ത് തന്നെ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ട്, പിന്നെ ഒരു പ്ലേറ്റ് ഉണ്ട്, പിന്നെ 5 ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു നൈഫും ഉണ്ട്. ഇങ്ങനെയായിരുന്നു അതിനകത്ത് വന്നിരുന്നത്. അപ്പോൾ ആ കട്ടിംഗ് ബോർഡ് ഞങ്ങൾ കണ്ടപ്പോൾ കവറിനകത്ത് തന്നെ വെച്ച് കണ്ട സമയത്ത് ഞങ്ങൾ വിചാരിച്ച് സ്റ്റൗ എല്ലാം ആയിരിക്കുമെന്ന്. പക്ഷെ അല്ലായിരുന്നു, കട്ടിംഗ് ബോർഡായിരുന്നു. പിന്നെ ഞങ്ങൾ അത് ഓരോന്നോരോന്ന് ഫിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇതോ മിന്ന ആദ്യം തന്നെ ക്യാപ്സിക്കം എടുത്തു, ഞാൻ ബനാന എടുത്തത്, നമ്മുടെ മിസ്സിരിയ സ്റ്റാർ ഫ്രൂട്ടാട്ടോ എടുത്തത്. അപ്പം എല്ലാവരും ഓരോന്ന് വീതം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം 5 ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ പണ്ട് ഞങ്ങളൊരു കിച്ചൺ സെറ്റ് വാങ്ങിയായിരുന്നു. അതിൻ്റെ ഒരു ജഗ്
പിടിച്ചോണ്ടിരിക്കുകയാണ് മിന്നു ഇങ്ങനെ കിച്ചൺ സെറ്റ് കളിക്കാമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ അതിൽ ഓരോന്ന് ഫിറ്റ് ചെയ്തത് നമ്മൾ മുറിച്ച് കളിച്ച്. ആദ്യം തന്നെ വാട്ടർമെലൺ ആയിരുന്നു. ഞാനത് കട്ട് ചെയ്യുമ്പം ഭയങ്കര പാടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു അത്. പിന്നെ ഞങ്ങൾ ആദ്യം ഞാൻ, പിന്നെ മിസ്സു, പിന്നെ മിന്നു, അങ്ങനെയായിരുന്നു. മിസ്രിയ ആപ്പിളാണ് എടുത്തത്, ആപ്പിള്. അടുത്ത മിന്നു ബനാനയാണ് എടുത്തത് കേട്ടോ. നൈഫ് തല തിരിച്ചൊക്കെയായിട്ടോ പിടിക്കുന്നത്. അങ്ങനെ പിടിച്ച് കട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു അത് കളിക്കാൻ തന്നെ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇനി ഞങ്ങൾക്ക് ക്യാപ്സിക്കോ സ്റ്റാർ ഫ്രൂട്ടും കൂടി ഉണ്ട് കട്ട് ചെയ്യാനായിട്ട്. മിന്നു ക്യാപ്സിക്കോ എടുത്ത്, നമ്മുടെ മിസ്സു സ്റ്റാർ ഫ്രൂട്ടും എടുത്ത്. എനിക്കൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല, ഞാനൊരു വാട്ടർമെലൺ കട്ട് ചെയ്തതാണല്ലോ, അത് മതി. അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുഞ്ഞു പാത്രമായിരുന്നു കേട്ടോ, അത് വെക്കാൻ അത്രയ്ക്ക് ഒരു ഇടമില്ലായിരുന്നു. പിന്നെ എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. വേണ്ടേ, പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ഒരു വിധം കട്ട് ചെയ്ത്. പിന്നെ ഞങ്ങൾ കളിയോട് കളിയായിരുന്നു അതിനകത്ത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് സുറുമി. കഴിഞ്ഞൊരു വീഡിയോയിൽ സുറുമിയുടെ മിന്നാടെ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സുറുമിയാണിത്. സുറുമിയുടെ വയറ്റിൽ കുഞ്ഞാവയുണ്ട്. സുറുമിയെ കണ്ടിട്ട് എത്ര കുഞ്ഞാവ കാണും എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കമന്റ് ചെയ്യണേ. സുറുമി കുഞ്ഞാവകളെ ഒന്നും നല്ലതുപോലെ ശ്രദ്ധിക്കാറില്ല. കുഞ്ഞാവകൾ ഇച്ചിരിയൊക്കെ നടക്കാറായി കഴിഞ്ഞാൽ പിന്നെ സുറുമി നോക്കത്തില്ല. അത് കാരണം സുറുമിക്ക് ഇപ്പോഴും ഒരു കുഞ്ഞു പോലും ജീവനോടെ ഇല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അയാം ബേബിയുടെ ബർത്ത്ഡേയും ആദ്യമായിട്ട് മാവിൽ പിടിച്ച മാങ്ങ പിച്ചിയതും ഒക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബായ്.